വെൽക്കം ടു ടി എ ഫോക്കസ്. ഇന്ന് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും ഫ്ലൂയിഡ്സും ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു കുറച്ച് ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നല്ലേ. അതേപോലെ തന്നെ കുറച്ച് ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ചാപ്റ്റേഴ്സാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സും സോളിഡ്സും. കുറച്ചൊക്കെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. നമ്മളൊന്ന് കുറച്ചൊന്ന് ചെയ്തൊന്ന് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യമായിട്ടൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്നൊന്ന് ടെൻസ്ഡ് ഒന്ന് പാനിക് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്കും അയ്യോ എന്തൊക്കെയായി പറഞ്ഞിരിക്കുന്നത്, കുറേ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കുറച്ച് നിങ്ങളൊന്ന് ചെയ്ത് ക്വസ്റ്റ്യൻസായിട്ടൊന്ന് ഫെമിലിയർ ആയിക്കഴിഞ്ഞാൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏത് വന്നാലും നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം കാണുമ്പോൾ വലിയൊരു പാരഗ്രാഫാണ്, ഇത് ഫുള്ളും വായിക്കണം, വായിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 3-4 ചെയ്തൊക്കെ ഒന്ന് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടിയാലും നമുക്കറിയാം ഇതൊക്കെ ഇത്രയ്ക്കൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ ഇന്നതൊക്കെ തന്നെയായിരിക്കും ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ആയിരിക്കും എന്തെങ്കിലും ക്ലൂ വരുന്നത് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് തന്നെ തോന്നിത്തുടങ്ങും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാമേ. The dimensions of 4 wires of the same material are given below. താഴെ നമുക്ക് 4 വയറിൻ്റെ ലെന്തും ഡയമീറ്ററും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ വിച്ച് വയർ ദ ഇൻക്രീസ് ഇൻ ലെന്ത് വിൽ ബി മാക്സിമം വെൻ ദ സെയിം ടെൻഷൻ ഈസ് അപ്ലൈഡ്. 2 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സെയിം മെറ്റീരിയലാണ് അല്ലേ, സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, വൈ സെയിം ആണ്. അതുപോലെ തന്നെ സെയിം ടെൻഷൻ ഈസ് അപ്ലൈഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ, സെയിം ടെൻഷനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന്. ദാറ്റ് മീൻസ് ഫോഴ്സ് സെയിം ആണ്. ഇനി എല്ലാത്തിൻ്റെ എല്ലും ഡിയും ഡിഫറെൻ്റ് ആണ്. ഡി ഡിഫറെൻറ്റ് മീൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് L/d² ആർക്കാണ് വലുത് വരുന്നേ നോക്കിയാൽ മതി. L/d² വാല്യൂ ഗ്രേറ്റർ വാല്യൂ വരുന്നത് ആരാണോ അതിനായിരിക്കും ഇൻക്രീസ് ഇൻ ലെന്ത് കൂടുതലായിട്ട് വരുന്നത്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർക്ക് നമുക്കറിയാം y എന്ന് പറയുന്നത് F/A ഇൻറ്റു L/Δl ആണ് അല്ലേ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ F/A ബൈ Δl/L ആണ് അല്ലേ. Δl/L എന്ന് പറയുമ്പോൾ L മുകളിലേക്ക് വരും, ദാറ്റ് ഈസ് FL/A ഇൻറ്റു Δl എന്ന് വരും. ഓക്കെ, F/A ബൈ Δl/L അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ Δl എന്ന് പറയുന്നത് F/A L/Yക്ക് ഈക്വൽ ആണോ? F/A L/Yക്ക് ഈക്വൽ ആണ്. ദാറ്റ് ഈക്വൽ ടു F/A എന്ന് പറയുന്നത് πr² ആണ്. ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ d/2² ആണ്. L/Y ആണ്. 4F/π y L/d² എന്ന് എഴുതാമല്ലോ. ഇത് ഇത്രയും കോൺസ്റ്റൻ്റ് ആണ്. സെയിം മെറ്റീരിയൽ ആണ്, സെയിം ഫോഴ്സ് ആണ്, 4ഉം Fഉം ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് അത്രയും കോൺസ്റ്റൻറ്റ് ടേംസ് ആണ്. ദാറ്റ് മീൻസ് Δl ഈസ് പ്രൊപ്പോർഷണൽ ടു L/d². Δl ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? L/d² പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് L/d² വാല്യൂ ആർക്കാണോ കൂടുതൽ വരുന്നതെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ഒന്നും യൂണിറ്റ് കൺവേർട്ട് ചെയ്യാനോ എടുക്കാനോ ഒന്നും പോകണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം നമുക്ക് കിട്ടുന്നത് സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലും ആണെന്ന് മാത്രം. യൂണിറ്റ് ഒന്നും കൺവേർട്ട് ചെയ്യാൻ പോവുകയും വേണ്ട, ജസ്റ്റ് അതിൻ്റെ റേഷ്യോ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. L/d². ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നതിനകത്ത് മാക്സിമം വരുന്നത് 100/1 ആയിരിക്കും. 100/1² അല്ലേ, d² 1 ആണ്, അപ്പോൾ 100/1 ആയിരിക്കും. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും 100/ പിന്നെ ഒരു 2 കൂടി വരും, അത് 50 ആയി പോവും. ഇവിടെയും 50/1 വരുള്ളൂ. ഇവിടെ 500/5 വരുമ്പോൾ 100 ആവും, പിന്നെ ഒരു 5ഉം കൂടി വരുമ്പോഴത്തേക്കും 20 ആവും അല്ലേ, 20. അത് തന്നെ ശരിയാ, 20. അപ്പോൾ ഇവിടെ മാക്സിമം വരാൻ പോസിബിലിറ്റി ഉള്ളത് ആർക്കാ? ബി ആണ്. പിന്നെ ലോജിക്ക് പിടി കിട്ടിയല്ലോ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സോപ്പ് ബബിൾ ഓഫ് റേഡിയസ് r is blown up to form a bubble of, അതായത് r റേഡിയസ് ഉള്ള ഒരു സോപ്പ് ബബിളിനെ നമ്മളതിന് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി ഒന്ന് ബ്ലോൺ അപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും
അതിൻ്റെ റേഡിയസ് 2r ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ ദ എനർജി സ്പെൻഡ് ഇൻ ഡൂയിങ് സോ, അതായത് r റേഡിയസ് ഉള്ള ഒരു ബബിളിനെ 2r റേഡിയസ് ഉള്ള ബബിളാക്കി മാറ്റാനായിട്ട് വേണ്ടി വരുന്ന എനർജി എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ആ ക്വസ്റ്റിനകത്ത് ആരെയും കൂടി തന്നിട്ടുണ്ട്, സിഗ്മയും കൂടി പറയുന്നുണ്ട്. കാരണം നമുക്കിവിടെ തന്നിരിക്കുന്ന ചോയ്സിനകത്തൊക്കെ എന്തുണ്ട്, സിഗ്മയും കൂടി വരുന്നുണ്ട്. ഓക്കെ, ചെയ്ത് നോക്കാം. എനർജി എന്ന് പറയുന്നത് ആക്ച്വലി എന്തിന് ഈക്വലാണ്? എനർജി എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിന് ഈക്വലാണ് അല്ലേ? അപ്പം വർക്ക് ഡൺ ഇൻ ബ്ലോയിങ് എ ബബിൾ എന്ന് പറയുന്നത് 2 ടൈംസ് സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ ആണ്. 2 ടൈംസ് സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ ആണ്. ഓക്കെ, ഈ പറഞ്ഞത് ബബിളിൻ്റെ കേസാണ്. ബബിളിൻ്റെ കേസാണ്. ഇനി ഡ്രോപ്പ് ആയിരുന്നെങ്കിലോ? ഡ്രോപ്പിൻ്റെ കേസിലാണെങ്കിൽ വർക്ക് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ മാത്രമേ വരുള്ളൂ കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ, ഇവിടെ നമുക്ക് W ഈക്വൽ ടു 2 ഇൻറ്റു സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ. ഓക്കെ, നമുക്കിനി ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം. സർഫസ് ടെൻഷൻ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, സിഗ്മയാന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? സർഫസ് ടെൻഷൻ ഈസ് സിഗ്മ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സർഫസ് ടെൻഷൻ സിഗ്മയാണ്, 2 ഇൻറ്റു സിഗ്മ ഇൻറ്റു, ഇനി നമുക്ക് ഇൻക്രീസ് ഇൻ ഏരിയ ആണ് വേണ്ടത്. ഇൻക്രീസ് ഇൻ ഏരിയ ആദ്യം 6 ആയിരുന്നു, പിന്നെ അത് 2r ആയിട്ട് മാറി. എന്ന് വെച്ചാൽ ഇവിടെ 4πr² ആയിരുന്നു, ഇവിടെ 4π ഇൻറ്റു 2r ദ ഹോൾ സ്ക്വയർ വരുമെന്ന് മാത്രം. അപ്പോൾ ഇൻക്രീസ് ഇൻ ഏരിയ എത്ര വരും? 4π ഇൻറ്റു 2r ദ ഹോൾ സ്ക്വയർ മൈനസ് r² അല്ലേ? 4π ഇൻറ്റു 2r ദ ഹോൾ സ്ക്വയർ മൈനസ് r². ഇൻക്രീസ് ഇൻ ഏരിയ ഇതേ മൈനസ് ഇത് വരും, ഇതേ മൈനസ് ഇത് വരും. ദാറ്റ് ഈസ് 2 ഇൻറ്റു സിഗ്മ ഇൻറ്റു, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 3r² എന്ന് വരും അല്ലേ? 4r² മൈനസ് r², 3r² എന്ന് വരും. ഇവിടെ ഒരു 4 ഉണ്ട്, ദാറ്റ് ഈസ് 12πr² എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു 24 സിഗ്മ പൈ r². 24 സിഗ്മ പൈ r² എന്ന് വരും. ക്ലിയർ ആയോ? തിയറി ബേസ്ഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണേ. ആകെ ഇതിനകത്ത് നമുക്ക് ഇൻക്രീസ് ഇൻ ഏരിയ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. പിന്നെ ഇത് മാത്രം ഓർത്തിരുന്നോണം. ബബിൾ ആണെങ്കിൽ 2 ഉണ്ട്, ഡ്രോപ്പ് ആണെങ്കിൽ സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ മാത്രമേ ഉള്ളൂ. ബാക്കി ചെയ്യാനൊക്കെ എളുപ്പമാണ്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരുമ്പോഴത്തേക്കും, if the radius of a soap bubble is 4 times that of another, then the ratio of their pressures will be, അതായത് 2 സോപ്പ് ബബിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, പ്രഷറിൻ്റെ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്, നോക്കാം. ഒരെണ്ണത്തിൻ്റെ റേഡിയസ് r1 എടുത്തു, വേറൊരെണ്ണത്തിൻ്റെ r2 എടുത്തു. ഒരെണ്ണത്തിൻ്റെ റേഡിയസ് 4 ടൈംസ് അനദർ എന്ന് പറയുന്നുണ്ട് അല്ലേ? ഒന്ന് r1 ആണെങ്കിൽ മറ്റേത് 4r2 എന്ന് എടുക്കാം. r1 ആണെങ്കിൽ അത് എന്തിന് ഈക്വലാണ്? 4r2ന് ഈക്വലാണ്. ഒരെണ്ണത്തിൻ്റെ റേഡിയസ് r1, മറ്റേതിൻ്റെ r2. ക്വസ്റ്റിന് പറയുന്നുണ്ട് റേഡിയസ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 4 ടൈംസ് ദാറ്റ് ഓഫ് ദ അനദർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 4 ഇൻറ്റു r2 എടുത്തു, അത്രയേ ഉള്ളൂ. ഇനി പ്രഷർ എന്ന് പറയുന്നത്, പ്രഷർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ പ്രഷർ ഈസ് ഈക്വൽ ടു 4s/r, സർഫസ് ടെൻഷൻ ബൈ r ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ പി, ഇൻക്രീസ് ഇൻ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ P1 പ്രൊപ്പോർഷണൽ ടു 1/r1 ആയിരിക്കും. സെക്കൻഡ് ഡ്രോപ്പിൻ്റെ സെക്കൻഡ് ബബിൾ അല്ലേ, സോപ്പ് ബബിൾ. ഓക്കെ, P2 ആണെങ്കിൽ അത് 1/r2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ റേഷ്യോ ഡെൽറ്റ P1/ഡെൽറ്റ P2 എന്തായിരിക്കും? ഡെൽറ്റ P1/ഡെൽറ്റ P2 ഈസ് ഈക്വൽ ടു R2/R1. ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലേ? R2/R1 ആയിരിക്കും. ദാറ്റ് ഈസ് R2/R1 എന്ന് പറയുന്നത് 4r2 ആണ് അല്ലേ? നമുക്ക് എന്ത് കിട്ടി?
1/4. റേഷ്യോ എന്തായിരിക്കും? 1:4 ആയിരിക്കും. ക്ലിയർ? Okay, moving to next question. Question നോക്കണേ. To non-mixing liquids of densities rho and n rho, where n greater than 1 എന്ന് ക്വസ്റ്റിന് പറയുന്നുണ്ട്, are put in a container. The height of each liquid is h. A solid cylinder of length L and density D is put in this container. The cylinder floats with its axis vertical and length PL, where P is less than 1 എന്ന് പറയുന്നുണ്ട്. In the denser liquid. Denser liquid എന്ന് പറയുമ്പോൾ n റോ വരുന്ന ലിക്വിഡ് അല്ലേ? n റോ വരുന്ന ലിക്വിഡ്. ഓക്കെ. In the denser liquid, ഓക്കെ, ദ ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു, ഡെൻസിറ്റി ഡി എന്ന് പറയുന്നത് ആ സിലിണ്ടറിൻ്റെ ഡെൻസിറ്റിയാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിക്കേ. നമുക്കിത് പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്ത് വരാം. എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഒരു കണ്ടെയ്നറിനകത്ത് നോൺ മിക്സിംഗ് ലിക്വിഡ്സ് ആണ് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നോൺ മിക്സിംഗ്, ഒന്നിൻ്റെ ഡെൻസിറ്റി റോ ആണ്, അടുത്തതിൻ്റെ ഡെൻസിറ്റി n റോ ആണ്. ഇനി ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടർ വെർട്ടിക്കലായിട്ട്, ആക്സിസ് വെർട്ടിക്കലായിട്ടാണ് ഈ ലിക്വിഡിൽ കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെന്ത് L ആണ്, ഡെൻസിറ്റി D ആണ്. ഇതിൻ്റെ PL പാർട്ട് ഡെൻസർ സൊല്യൂഷനകത്താണ്. അങ്ങനെയെങ്കിൽ ബാക്കി എന്ത് വരും? ടോട്ടൽ L ആണ്. അപ്പോൾ L - PL ആയിരിക്കും ബാക്കി മുകളിൽ വരുന്നത്. ക്ലിയർ ആണോ? ടോട്ടൽ L ആണ്, PL താഴെയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി പാർട്ട് വരുന്നത് L - PL ആയിരിക്കും. ഇവിടെ ശരിക്കും ബോയൻസി ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടി ആയിരിക്കും മാനേജ് ചെയ്ത് പോകുന്നത്, ബാലൻസ് ചെയ്ത് പോകുന്നത്. FB = mg ആയിരിക്കും. ഇനി FB എന്ന് പറയുന്നത്, ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്നത്, നമുക്ക് 2 ലിക്വിഡ്സ് ആണ് തന്നിരിക്കുന്നത്. സെയിം ലിക്വിഡ്സ് അല്ല, 2 ലിക്വിഡ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ലിക്വിഡ് കാരണം വരുന്ന ബോയൻ ഫോഴ്സ് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്, അല്ലേ? ഇനി ഇവിടെ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കും. FB = ഈ ലിക്വിഡിൻ്റെ കേസ് എടുക്കാം. ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് n റോ, ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏരിയ A ആണെങ്കിൽ A ഇൻറ്റു ഈ n റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിനകത്ത് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് PL ആണ്, ഇൻറ്റു G പ്ലസ്, കഴിഞ്ഞില്ല. ഇനി ഈ ലിക്വിഡ് കാരണം വരുന്ന, അല്ലേ, ഈ ലിക്വിഡ് വരുന്നത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് റോ A. ഇവിടെ വരുന്ന ലിക്വിഡ്, ഇവിടെ വരുന്ന ലെന്ത് എന്ന് പറയുന്നത് L ഇൻറ്റു L - PL ആണ്, ഇൻറ്റു G ആയിരിക്കും. അതായത് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ബോയൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് n റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് കാരണം വരുന്നതും ഉണ്ട്, ആര് കാരണം വരുന്നതുണ്ട്? റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് കാരണം വരുന്നതും ഉണ്ട്. അപ്പോൾ n റോ കാരണം വരുന്നത് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതായത് ഫോഴ്സ് mg ക്ക് ഈക്വൽ ആണ്. mg എന്ന് പറയുമ്പോഴത്തേക്കും
നമുക്ക് ആദ്യം മാസ് കിട്ടണം. മാസ് കിട്ടാനുള്ള ഇക്വേഷൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് n റോ ആണ്. വോളിയം ഏരിയ ഇൻറ്റു ലെന്ത്, ഏരിയ ഇൻറ്റു ലെന്ത് PL ആണ്. പിന്നെ ജിയും കൂടി വരും. ഇനി റോ ഡെൻസിറ്റിയുള്ള സൊല്യൂഷന് നോക്കുമ്പം റോ എ ഇൻറ്റു ഇവിടുത്തെ ലെന്ത് L-PL ആണ്. L-PL ഇൻറ്റു ജി എന്ന് വരും. എന്ന് വെച്ചാൽ ഇതിനെ നമുക്കൊന്ന് എടുത്തെഴുതിയാൽ FB ഈക്വൽ ടു N റോ എ PLG റോ എ L 1 - P ഇൻറ്റു ജി എന്ന് വരും. ഇത് ആർക്ക് ഈക്വൽ ആണ്? mg, ദ ഫോഴ്സ് mg, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൽ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദിസ് സിലിണ്ടർ ഇൻറ്റു ജി ആണ്. ശരിയാണോ? മാസ് ഓഫ് ദ സിലിണ്ടർ ഇൻറ്റു ജി ആണ്. അപ്പോൾ മാസ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുമ്പം എഗെയിൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം, വോളിയം എ ഏരിയ ടോട്ടൽ ലെന്ത് L ഇൻറ്റു ജി, DAL ജിക്ക് ഈക്വൽ ആണ്. ക്ലിയർ ആയോ രണ്ടും? ഇവിടെ FB ഈക്വൽ ടു mg എന്ന് എഴുതിയത് കൺഫ്യൂഷൻ ആകരുതും. mg ഇവിടെ മെയിൻ ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg ആണ്. FB ബാലൻസ് ചെയ്യുന്നത് mg ആണ്. ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ബോയൻസ് ഫോഴ്സ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ഈക്വൽ എന്നുള്ളത് നമ്മളൊന്ന് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി അല്ലേ? N റോ എ PLG പ്ലസ് റോ എ L ഇൻറ്റു 1 - P ഇൻറ്റു ജി ഈക്വൽ ടു DALG. കട്ട് ചെയ്യാവുന്നൊക്കെ കട്ട് ചെയ്ത് കളയാം. G എല്ലായിടത്തും വന്നിട്ടുണ്ട്, L എല്ലായിടത്തും വന്നിട്ടുണ്ട്, ദെൻ A എല്ലായിടത്തും ഉണ്ട്. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? D ഈക്വൽ ടു N റോ P പ്ലസ് റോ ഇൻറ്റു 1 - P. ഇതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ കിട്ടിയിരിക്കുന്നതല്ല നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കോണേ. കിട്ടിയതിനെ നമ്മൾ ഈ ഫോമിലേക്ക് ഒന്ന് മാറ്റിക്കൊണ്ടുവരണം. ഇതിൻ്റെ അകത്തുനിന്ന് രണ്ടിൻ്റെ അകത്ത് നമുക്ക് റോ കോമൺ ആയിട്ട് അങ്ങ് പുറത്തെടുക്കാം. റോ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ പിന്നെ നമുക്ക് കിട്ടുന്നത് NP പ്ലസ് 1 - P എന്നായിരിക്കും. ഈ രണ്ട് ടേമിൽ നിന്നും നമുക്ക് P കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ റോ ഇൻറ്റു P പുറത്തേക്ക് വന്നു, ബാക്കി N-1. പിന്നെ ആരുണ്ട്? ഒരു +1 കൂടി ഉണ്ട്. ഇത് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 + N-1 P ഇൻറ്റു റോ അല്ലേ? റോ ഇൻറ്റു P ഇൻറ്റു N-1 + 1. അത് തന്നെ ഓപ്ഷൻ B തന്നിട്ടുണ്ട്. നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ, ചോദിച്ചിട്ടുള്ളതാണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ക്വസ്റ്റ്യൻ: എ ഫ്ലൂയിഡ് ഇസ് ഇൻ സ്ട്രീംലൈൻ ഫ്ലോ അക്രോസ് എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് വേരിയബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അത് നോട്ട് ചെയ്തോണം, വേരിയബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഫോർ ദിസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ അതിനകത്തുള്ള കീ വേർഡ്സ് എല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് എപ്പോഴും എളുപ്പം. ഇവിടെ നമുക്ക് വെലോസിറ്റിയും is minimum at the narrowest part of the pipe, pressure is minimum at the widest part of the pipe എന്നാണ് തന്നിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നോട്ട് ചെയ്തോണം, വെലോസിറ്റിയും പ്രഷറും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അത് രണ്ടുമാണ് നമുക്കിവിടെ ക്ലിയർ ചെയ്യാനായിട്ടുള്ളത്. അടുത്തത് വെലോസിറ്റി മാക്സിമം അറ്റ് ദി നാരോസ് പാർട്ട് ഓഫ് ദി പൈപ്പ് ആൻഡ് പ്രഷർ ഈസ് മാക്സിമം അറ്റ് ദി വൈഡസ്റ്റ് പാർട്ട് ഓഫ് ദി പൈപ്പ്. പിന്നെ വെലോസിറ്റി പ്രഷർ രണ്ട് മാക്സിമം തന്നിട്ടുണ്ട് നാരോസ് പാർട്ടിൽ. പിന്നെ തന്നിരിക്കുന്നത് വെലോസിറ്റിയും പ്രഷറും മാക്സിമം അറ്റ് ദി വൈഡസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് എപ്പോഴും നോട്ട് ചെയ്തോണം. കറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അല്ലേ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിക്കകത്ത് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി A1 V1 ഈക്വൽ ടു A2 V2 അല്ലേ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് A1 V1 ഈക്വൽ ടു A2 V2 എന്നാണ്. നമുക്കറിയാം ഇവിടെ ഏരിയ A1 ആണ് കൂടുതൽ. A1 ആണ് കൂടുതലെങ്കിൽ V1 ആരായിരിക്കും? കുറച്ചായിരിക്കും. തിരിച്ച് ഇവിടെ A2 കുറവാണ്. A2 കുറവാണെങ്കിൽ ആര് കൂടുതലായിരിക്കും? A2 കുറവാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആര് കൂടുതലായിരിക്കും? V2 കൂടുതലായിരിക്കും. അതായത് നാരോവസ്റ്റ് പാർട്ടിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ദി നാരോ പാർട്ട് ഓഫ് ദി പൈപ്പിലാണ്. ക്ലിയർ ആയോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ച് പറയുമ്പം? ഇനി ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ച് പറഞ്ഞാലോ? നമ്മൾ രണ്ട് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരിടത്ത് പ്രഷർ Pയും P1 മറ്റിടത്ത് P2 ആണെന്ന് എടുക്കുക. അങ്ങനെയാണ് എന്താ പറയുന്നത്? P1 പ്ലസ് ഡെൻസിറ്റി റോ ആണെങ്കിൽ റോ ഇൻറ്റു V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ ആയിരിക്കും. ഇവിടെ നമുക്ക് V1 കുറവാന്ന് പറഞ്ഞു അല്ലേ? V1 കുറവാണെങ്കിൽ P എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടെ വരുമ്പോഴോ V2 കൂടുതലാണ്, ഉറപ്പായിട്ടും P ആരായിരിക്കും? കുറവായിരിക്കും. എന്ന് വെച്ചാൽ പ്രഷർ കൂടുതൽ വരുന്നത് എവിടെയാ? പ്രഷർ കൂടുതൽ വരുന്നത് വെലോസിറ്റി കുറയുന്നത് എവിടെയാണോ അവിടെയായിരിക്കും പ്രഷർ കൂടുതൽ വരുന്നത്. വെലോസിറ്റി കുറയുന്നത് എവിടെയാ? ഏരിയ കൂടുതലുള്ളിടത്താന്ന് പറഞ്ഞല്ലേ? വൈഡസ്റ്റ് പാർട്ടിലാന്ന് പറഞ്ഞു. അപ്പം വൈഡസ്റ്റ് പാർട്ടിലായിരിക്കും ആര് കൂടുതൽ വരുന്നത്? പ്രഷർ കൂടുതൽ വരുന്നത്. പ്രഷർ കൂടുതൽ വരുന്നത് വൈഡസ്റ്റ് പാർട്ടിലും വെലോസിറ്റി കൂടുതൽ വരുന്നത് നാരോ പാർട്ടിലും ആയിരിക്കും. ക്ലിയർ ആയോ? പ്രഷർ വൈഡസ്റ്റ് പാർട്ടിലും വെലോസിറ്റി നാരോ പാർട്ടിലും ആയിരിക്കും. വെലോസിറ്റി ഈസ് മിനിമം അറ്റ് ദി നാരോസ് പാർട്ട്. അത് തെറ്റാണ് അല്ലേ? മിനിമം അല്ല, മാക്സിമം ആണ്. വെലോസിറ്റി മാക്സിമം അടുത്ത ഓപ്ഷനിലേക്ക് വരുമ്പം വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ദി നാരോ part of the pipe and pressure is maximum at the widest part of the pipe. അതാണ് കറക്റ്റ്. പ്രഷർ വൈഡസ്റ്റ് പാർട്ടിലും വെലോസിറ്റി നാരോ പാർട്ടിലും ആണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. A small sphere of radius r falls from rest in a viscous liquid. As a result, heat is produced. നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. Heat is produced due to viscous force. The rate of production of, ഇതും പ്രീവിയസ് ഇയർ ആണേ, 2018 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണേ. Heat when the sphere attain its terminal velocity is proportional to. റേഡിയസ് ആണ് എല്ലായിടത്തും തന്നിരിക്കുന്നത് ഓപ്ഷനകത്ത്. റേഡിയസിൻ്റെ ക്യൂബ് തന്നിട്ടുണ്ട്, റേസ്റ്റ് 4, 5 സ്ക്വയർ ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിക്കേ. സ്മോൾ സ്പിയർ ഓഫ്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഓക്കെ, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇത്രയും ലെന്തി ഓപ്ഷനായിട്ടും അല്ലാതെ തന്നെ ഷോർട്ട് ഓപ്ഷനായിട്ടും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്.
കീമിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സ്പിയർ R റേഡിയസ് ആണ്, അതൊരു വിസ്കസ് ഫ്ലൂയിഡിലേക്ക് വീഴുന്നുണ്ട് അല്ലേ. ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 2 ഫോഴ്സുകളൊന്നുണ്ടാകും. ഒന്ന് വിസ്കസ് ഫോഴ്സ് അല്ലേ, പിന്നെ ഇതിൻ്റെ വെയിറ്റ് mg താഴേക്കും ആക്ട് ചെയ്യുന്നുണ്ടാവും. നമുക്കറിയാം ഇവിടെ വരുന്ന വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് 6πr∗v അല്ലേ. ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ ദാറ്റ് ഈക്വൽ ടു vt അല്ലേ, v ഈക്വൽ ടു vt ആയിരിക്കും. അപ്പോൾ 6πr∗vt ആയിരിക്കും. ഇത് എന്തിന് ഈക്വലാണ്? ഈക്വൽ ടു mg ആണല്ലേ. mg എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ മാസിന് ഈക്വലാണ്, ഈക്വൽ ടു mg. mg എന്ന് പറയുമ്പോൾ മാസല്ല, സോറി, വെയിറ്റിന് ഈക്വലാണ്. ദാറ്റ് ഈക്വൽ ടു വെയിറ്റ് ആണ്, mgക്ക് ഈക്വലാണ്. ഇനി ഈ റിലേഷനിൽ നിന്ന് നമുക്ക് vt എന്ന് പറയുന്നത് mg ബൈ 6πr∗ എന്ന് കിട്ടുമോ? vt ഈക്വൽ ടു mg ബൈ 6πr∗ എന്ന് കിട്ടും. ഓക്കെ ആണോ? എന്ന് വെച്ചാൽ മാസ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. 4/3πr³ ഇൻറ്റു ഡെൻസിറ്റി റോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇൻറ്റു g ബൈ 6πr∗ആണ്. ഒരു 6 ക്യാൻസലായി പോയിട്ട് ബാക്കി നമുക്ക് r² എന്ന് കിട്ടും. അതായത് vt പ്രൊപ്പോർഷണൽ ടു r² ആണ്. ടെർമിനൽ വെലോസിറ്റി ആർക്ക് പ്രൊപ്പോർഷനാണ്? r² പ്രൊപ്പോർഷനാണ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് വിസ്കസ് ഫ്ലൂയിഡിൽ കൂടി ഒരു സ്പിയർ താഴേക്ക് മൂവ് ചെയ്ത് വരികയാണ്, ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ക്ലൂ എന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റി റേഡിയസിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ അതല്ല ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പവർ എന്തിന് പ്രൊപ്പോർഷണലാണെന്നാണ്. പവർ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് പവർ ഡെസിപ്പേറ്റഡ് ആണ്. ശരിയാണോ? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് അവിടെ ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവറിന് ഈക്വൽ ആണ്. അപ്പോൾ P ഈക്വൽ ടു H ഈക്വൽ ടു P ആണ്. ദാറ്റ് ഈക്വൽ ടു നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇവിടെ പറയുന്ന വെലോസിറ്റി എന്ന് പറയുന്ന ടെർമിനൽ വെലോസിറ്റി ആണ്, vt ആണ്. ദാറ്റ് ഈസ് vt ഈസ് പ്രൊപ്പോർഷണൽ ടു r². ഓക്കെ. ഇനി എഫ് എന്ന് പറയുന്നത് mg ആണ്. ദാറ്റ് ഈസ് 4/3πr³ g ആണ്. അല്ലെങ്കിൽ എഫ് പ്രൊപ്പോർഷണൽ ടു r³ ആണ്. ക്ലിയർ ആയോ? നമ്മളിവിടെ പറഞ്ഞു P എന്ന് പറയുന്നത് F × V ആന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ P പ്രൊപ്പോർഷണൽ ടു എഫ് ആർക്ക് പ്രൊപ്പോർഷണലാണ്? r³ പ്രൊപ്പോർഷണലാണ്. അപ്പം r³ ഇൻറ്റു ടെർമിനൽ വെലോസിറ്റി ആർക്ക് പ്രൊപ്പോർഷണലാണ്? r² പ്രൊപ്പോർഷണലാണ്. അല്ലെങ്കിൽ P പ്രൊപ്പോർഷണൽ ടു r⁵5 ആണ്. പവർ ഡെസിപ്പേറ്റഡ് എന്ന് പറയുന്നത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആണ്. അപ്പോൾ ഹീറ്റ് ആർക്ക് പ്രൊപ്പോർഷണലാണ്? r⁵ പ്രൊപ്പോർഷണലാണ്. (2018) ക്വസ്റ്റ്യനാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരാറുണ്ടെന്ന്. ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ആയ ഒരാൾക്ക് ഇത് ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നേരിട്ട് r⁵ അങ്ങ് ടിക്ക് ചെയ്യാം.
അല്ലേ? ഇവിടെ വേറൊന്നും പറഞ്ഞിട്ടില്ല. R/2 ആയിട്ട് മാറുന്നെന്നോ അല്ലെങ്കിൽ എന്താ ഒന്നിൻ്റെ റേഡിയസ് 6ഉം വേറൊന്നിൻ്റെ റേഡിയസ് 2R ഒന്നും നമുക്കിവിടെ പറയുന്നില്ല. നേരിട്ട് ചോദിച്ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് എക്സാം ഹോളിൽ ഇരുന്ന് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം വേസ്റ്റ് ആവും. അപ്പം അതിന് പകരം വേണ്ടത് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആവുക. ആൻസർ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട ഉടൻ തന്നെ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് മൈൻഡിലേക്ക് വരണം. ഓക്കെ. ചിലപ്പം വെറുതെ ചോദിച്ചാൽ നമ്മൾ R⁵5 പറയും. ഓപ്ഷൻ എല്ലാം കൂടി കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്. ഈ R³ ആയിരുന്നു, R² ആയിരുന്നു, R⁵ ആയിരുന്നു, അല്ലേ? അങ്ങനെ വരരുത് കേട്ടോ. ആകെ ഇനി കുറച്ച് ദിവസം എന്നൊന്നും പറയാനില്ല, അല്ലേ? കൗണ്ട് ഡൗൺ റെഡ്യൂസ് ടു ഡേയ്സ് ആണിപ്പം. നേരത്തെ വീക്കായിരുന്നു, വീക്ക് മാറി, ഇനിയിപ്പോൾ ഡേയ്സ് മാത്രമായിട്ട് വരികയാണ്. ഇനിയിപ്പോൾ ഡേയ്സും മാറും, ഇനി അവറായിട്ട് മാറും, അല്ലേ? 48 hours, 72 hours, അല്ലേ? അതിങ്ങനെ റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ബി കോൺഫിഡൻറ്റ് ആൻഡ് ബോൾഡ്. എപ്പോഴും നല്ല ബോൾഡായിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. നമ്മൾ ഇത്രയും നാളും പഠിച്ചതും കഷ്ടപ്പെട്ടതൊക്കെ അങ്ങനെ അങ്ങ് വെറുതെ പോകില്ല. ഉറപ്പായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ. എപ്പോഴും കാമായിരിക്കുക, ബോൾഡായിരിക്കുക, കോൺഫിഡൻ്റ് ആയിരിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവേ. ഓപ്ഷൻ പിടികിട്ടിയല്ലോ, അല്ലേ? R⁵5 ആണേ. അതായത് നമുക്ക് ഹീറ്റ് ഡെസിപ്പേറ്റഡ് ചോദിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരേണ്ടത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ചോദിക്കുമ്പോൾ അവിടെ പവറാണ്. പവറിന് കുറേ ഇക്വേഷൻ ഉണ്ട്. പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. പക്ഷെ പവറിൻ്റെ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് റിലേഷൻ കണക്ട് ചെയ്യുന്നത് അറിയാമല്ലോ, അല്ലേ? P എന്ന് പറയുന്നത് W/T ആണ്. W എന്ന് പറയുന്നത് F×S ആണ്. F×S/T വരുമ്പോൾ ആര് വരും? FV എന്ന് വരും. അപ്പം എഫും വിയും ആറിനെ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എഫും വിയും ആറിനെ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്? വിസ്കസ് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ mg ആയിട്ട് ഇക്വേറ്റ് ചെയ്തത്. ഇത് രണ്ടുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് 6πr⁸VTയെ mg ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് VT പ്രൊപ്പോർഷണൽ ടു R² ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. m എന്ന് പറയുന്നത് 4/3πr³ ആണ്. അപ്പോൾ എഫ് ആർക്ക് പ്രൊപ്പോർഷനാണ്? R³ പ്രൊപ്പോർഷനാണ്. രണ്ടും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് R⁵5 വരും. അത്രയേ ഉള്ളൂ. ഒന്നും കൂടി മൈൻഡിലൊന്ന് തറവ് ആക്കാനായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ. അടുത്തത് സോളിഡ് മെക്കാനിക്സിനകത്ത് ക്വസ്റ്റ്യൻ ആണ്. എ വയർ ഓഫ് ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A is hanging from a fixed support. The length of the wire changes to L1 when mass M is suspended from its free end. അതായത് ലെന്ത് L ആയിരുന്നു, അത് എന്തായിട്ട് മാറി? L1 ആയിട്ട് മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The expression for Young's modulus is, യങ്സ് മോഡുലസിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കിയേക്കണേ. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാം, അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? Length L, area of cross section A is hanging from a fixed support. The length of D changes to L1. മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു ഫിക്സഡ് സപ്പോർട്ട്, ഒരു വയറ്, അതിൻ്റെ ലെന്ത് L ആയിരുന്നു. ഇതിൻ്റെ അറ്റത്തേക്ക് ഒരു വെയിറ്റ് ഇട്ടപ്പോൾ അതിൻ്റെ ലെന്ത് മൊത്തത്തിൽ എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു? L1 ആയിട്ടങ്ങ് ഇൻക്രീസ് ചെയ്തു. ചെയ്യണമെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? മാസ് ആഡ് ചെയ്യണം, അല്ലേ? ടോട്ടൽ L1 ആയി. അങ്ങനെയെങ്കിൽ ഇവിടെ ഇൻക്രീസ് ചെയ്തത് എത്രയായിരിക്കും? L1 മൈനസ് L ആയിരിക്കും ഇവിടെ ഇൻക്രീസ് ചെയ്തത്, അല്ലേ? ടോട്ടൽ L ആയിരുന്നു, ഇവിടം വരെ L ആയിരുന്നു. ഒരു വെയിറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, ടോട്ടൽ L1 ആയിട്ട് മാറി. ഇൻക്രീസ് ഇൻ ലെന്ത് L1 മൈനസ് L ആണ്. ഇനി
നമുക്ക് എളുപ്പമാണ്. യങ്സ് മോഡുലസ് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്, പെട്ടെന്ന് കിട്ടേണ്ടതാണ്. ഓക്കെ, നോക്കാം. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എഫ് ബൈ എയും എൽ ബൈ ഡെൽറ്റ എല്ലും. ഓക്കെ അല്ലേ, ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്. എഫ് ബൈ എ അല്ലേ, എഫ് എം മാസ് എന്ന് പറയുമ്പോൾ ഇത് എം ജി ആയിട്ട് മാറും. ഓക്കെ, എം ജി. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് L1 മൈനസ് എല്ലാണ്. എൽ എന്ന് പറയുന്നത് എൽ തന്നെയാണ് അല്ലേ, ഇൻക്രീസ് ഇൻ ലെന്ത് L1 മൈനസ് എല്ലാണ്. എം ജി എൽ ബൈ എ L1 മൈനസ് എൽ. ഒന്നും ചെയ്യാനില്ല അല്ലേ, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. എം ജി എൽ ബൈ എ ഇൻറ്റു L1 മൈനസ് എൽ. ഓപ്ഷൻ സി ആണ് അല്ലേ, എം ജി എൽ ബൈ എ L1 മൈനസ് എൽ. ഈ ക്വസ്റ്റ്യൻ 2020 ക്വസ്റ്റ്യനാണ് കേട്ടോ. ഒത്തിരി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ കോവിഡ് ടൈമിലെ ക്വസ്റ്റ്യനാണ് അല്ലേ. 2020 എന്ന് പറയുമ്പോൾ കോവിഡ് ടൈമിലെ ക്വസ്റ്റ്യനാണ്. അത് തന്നെ ഒത്തിരി സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ പല പ്രാവശ്യമായിട്ട് വരുന്നതാണ് കേട്ടോ. നമ്മളിനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യനൊക്കെ എന്നുവെച്ചാൽ ഈ പറഞ്ഞതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എന്നാലും ഇതേപോലത്തെ കമ്പാരിസൺ വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ കാണാറുണ്ട്. 2 വയറ് തന്നിട്ട് ഒന്നിൻ്റെ ഇങ്ങനെയാണ് മറ്റേൻ്റെ അങ്ങനെയാണ്, എങ്ങനെയെങ്കിലും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ കാണാറുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബ്രോസ്. നമുക്ക് ഫസ്റ്റ് ക്ലൂ നമുക്കിവിടെ കിട്ടി. നമുക്കൊന്ന് നോട്ട് ചെയ്തിട്ട് പോകാം. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീല് ട്വൈസ് ദാറ്റ് ഓഫ് ബ്രാസ് ആണ്. ഓക്കെ, 2 വയേഴ്സ് ഓഫ് സെയിം ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. രണ്ടിൻ്റെ ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം ആണെന്ന് തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Steel and another of brass are suspended from the same roof. If we want the lower end of the wire to be at the same level, then the weight added to the steel and the brass wire must be in the ratio of. ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലേ. എൽ എസും എൽ ബിയും സെയിം ആണ്. എ എസും എ ബിയും സെയിം ആണ്. രണ്ടിന് എന്ത് കിട്ടണം? സെയിം എക്സ്റ്റൻഷൻ കിട്ടണം. ഡെൽറ്റ എല്ലും ഡെൽറ്റ എൽ ബിയും സെയിം ആയിട്ട് വരണം. അതിനായിട്ട് എന്ത് മാസ് ആഡ് ചെയ്യേണ്ടി വരും എന്നാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ. എന്ത് മാസ് ആഡ് ചെയ്യേണ്ടി വരും? മാസാണോ റേഷ്യോ ആണോ? ഓക്കെ ഓക്കെ, weight added to the steel and the brass wires must be in the ratio of. weight added to ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. weight added to എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ തന്നെ നമുക്ക് ക്ലൂ ഉണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫോഴ്സ് ആണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വെയ്റ്റിൻ്റെ റേഷ്യോയും ചോദിക്കാം മാസിൻ്റെയും ചോദിക്കാം. രണ്ടും ചോദിച്ചാലും ഒന്ന് തന്നെയാണ് കേട്ടോ. ഒരേ മെത്തേഡ് ഒരേ കാര്യം തന്നെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. y is equal to 2ib. ഓക്കെ, എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ്. എക്സ്റ്റൻഷൻ രണ്ടിൻ്റെ സെയിം ആണ്. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് 2 വയറുണ്ട് നമുക്കിവിടെ. YS ആണ്, ഇത് YB ആണ്. രണ്ടിൻ്റെയും എല്ലും എയും ഒക്കെ സെയിം ആണ്. രണ്ടിൻ്റെയും എൻഡ് ഒരേ ലെവലിലായിരിക്കാൻ എന്ന് വെച്ചാൽ രണ്ടിനും വരുന്ന ഡെൽറ്റ എല്ല് സെയിം ആയിട്ട് വരാനായിട്ട് എന്ത് മാസ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടി വരും? അതാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് മാസ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടി വരും? ആക്ച്വലി മാസ് അല്ല, വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വെയിറ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. നമുക്കറിയാം യങ്സ് മോഡുലസ് y എന്ന് പറയുന്നത്
എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ ആണ്. അല്ലെങ്കിൽ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ വൈ ആണ് അല്ലേ? എഫ് എൽ ബൈ എ വൈ ആണ്. സോറി, നമുക്ക് ഫോഴ്സ് അല്ല വേണ്ടത്, എഫ് ആണ് വേണ്ടത്. എഫ് എന്ന് പറയുന്നത് വൈ എ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഓക്കെ, ശരിയല്ലേ എഴുതിയത്? ആണ്, ഓക്കെ ആണ്. എഫ് എന്ന് പറയുന്നത് വൈ എ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഇവിടെ എ സെയിം ആണ്, എൽ സെയിം ആണ്, ഡെൽറ്റ എല്ലിന് കിട്ടേണ്ടതും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എഫ് പ്രൊപ്പോർഷണൽ ടു വൈ എന്ന് എഴുതാം. എഫ് പ്രൊപ്പോർഷണൽ ടു വൈ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഫ് എസ് പ്രൊപ്പോർഷണൽ ടു വൈ എസും എഫ് ബി പ്രൊപ്പോർഷണൽ ടു വൈ ബിയും ആണ്. അല്ലെങ്കിൽ എഫ് എസ് ബൈ എഫ് ബി ഈസ് ഈക്വൽ ടു വൈ എസ് ബൈ വൈ ബി ആണ്. ക്വസ്റ്റിന് പറയുന്നുണ്ട് വൈ എസ് എന്ന് പറയുന്നത് 2 ടൈംസ് വൈ ബി ആന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2 വൈ ബി ബൈ വൈ ബി എന്ന് കൊടുക്കാം. ദാറ്റ് ഈക്വൽ ടു 2/1. റേഷ്യോ 2:1. ഇനി ഇവിടെ നമുക്ക് വെയ്റ്റിൻ്റെ റേഷ്യോയ്ക്ക് പകരം മാസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചതെങ്കിലോ എം എസ് ജി ബൈ എം ബി ജി ആണല്ലേ? എന്ന് വെച്ചാൽ ഫോഴ്സിൻ്റെ റേഷ്യോ എന്ത് കിട്ടുന്നോ അത് തന്നെയായിരിക്കും ആരുടെ റേഷ്യോ ആയിട്ട് വരുന്നത്? മാസിൻ്റെ റേഷ്യോ ആയിട്ട് വരുന്നത്. ഇനി എക്സാം ഹോളിൽ നമുക്ക് ഇത്രയൊന്നും ചെയ്ത് നോക്കാനുള്ള ടൈം കിട്ടത്തില്ല. നമ്മുടെ മൈൻഡിൽ എന്ത് വേണം? ഏരിയ, ലെന്ത്, എക്സ്റ്റൻഷൻ എല്ലാം സെയിം ആണെങ്കിൽ എഫ് എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? യോങ്സ് മോഡുലസിന് മാത്രം. മെറ്റീരിയൽ ഓഫ് ദ വയറിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, വൈ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, വൈ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ F1 by F2 എന്ന് പറയുന്നത് Y1 by Y2 ആയിരിക്കും. അത് സ്റ്റീലോ ബ്രാസോ കോപ്പറോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അയണോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, സെയിം ഏരിയ സെയിം ലെന്ത് സെയിം എക്സ്റ്റൻഷൻ ആണ് കിട്ടേണ്ടതെന്ന് ക്വസ്റ്റിനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു യങ്സ് മോഡുലസ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് ആര് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? അതിൻ്റെ മെറ്റീരിയലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, യങ്സ് മോഡുലസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ F1 by F2 ഈക്വൽ ടു Y1 by Y2. നമ്മൾ ഇത്രയൊന്നും ചെയ്ത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നേരിട്ട് നമ്മൾ FS by FB ഈസ് ഈക്വൽ ടു YS by YB എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആയോ? ഓക്കെ, 2015 ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട് 2:1. അടുത്ത ക്വസ്റ്റ്യൻ, when a block of mass M is suspended by a long wire of length L, the length of the wire becomes L plus when a block of mass M is suspended by a long wire of length L, the length of the wire becomes L plus L, L plus small l. The elastic potential energy stored in the extended wire. എക്സ്റ്റെൻഡഡ് വയറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, സോൾവ് ചെയ്യാം. Question, when a block of mass M is suspended by a long wire of length L, the length of the wire becomes, okay, L plus L ആണ്. ഇവിടെയും നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു വയർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലെന്ത് L ആയിരുന്നു അല്ലേ? അവിടെ താഴെ നമ്മളൊരു വെയിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് എക്സ്റ്റൻഷൻ വന്നു, അത് എത്രയായിട്ട് മാറി? L plus L ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ ഈ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന വയറിനകത്ത് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വന്നപ്പോൾ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 12kx² ആണ്. ശരിയാണോ? 12kx² ആണ് നമുക്ക് കിട്ടേണ്ട
ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഫോഴ്സ് ടു പ്രൊഡ്യൂസ് എക്സ്റ്റൻഷൻ എക്സ് ഇസ് ഹാഫ് കെ എക്സ് ആണ് അല്ലേ. കെ എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. എഫ് ഈക്വൽ ടു കെ എക്സ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു എക്സ് എന്ന് വരുമല്ലോ. ദാറ്റ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടെ എം മാസ് ആഡ് ചെയ്തപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി ആണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ് ഇപ്പോഴത്തെ പുതിയ ലെന്ത് അല്ലേ. സോറി, എക്സ്റ്റൻഷൻ അല്ല, ടോട്ടൽ ലെന്താണ്. ടോട്ടൽ ലെന്താണ് എൽ പ്ലസ് എൽ. ആദ്യം ഉണ്ടായിരുന്ന ലെന്ത് എൽ ആണ്. അങ്ങനെയെങ്കിൽ അവിടെ വന്നിരിക്കുന്ന എക്സ്റ്റൻഷൻ എത്രയാ? സ്മോൾ എൽ ആണ്. എൽ പ്ലസ് എൽ മൈനസ് എൽ സ്മോൾ എൽ ആണ്. ദി ലെന്ത് ഓഫ് ദ വയർ ബിക്കംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്റ്റൻഷൻ എന്നല്ല, ലെന്ത് ഓഫ് ദ വയർ ബിക്കംസ് എൽ പ്ലസ് എൽ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് സ്മോൾ എൽ ആണ്. നമുക്ക് എന്ത് കൊടുക്കാം? എൽ കൊടുക്കാം. ആൻസറായി. അതായത് എനർജി സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ജി എൽ ആണ്. എനർജി സ്റ്റോർഡ് ഈസ് ഹാഫ് എം ജി എൽ ആണ്. 2019 ക്വസ്റ്റ്യൻ ആണ്. 2019 ഹാഫ് എം ജി എൽ, ഫസ്റ്റ് ഓപ്ഷൻ ഹാഫ് എം ജി എൽ. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് അല്ലേ. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി നമ്മുടെ സ്പ്രിങ്ങിൻ്റെ കേസിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കെ എക്സ് ആണ്. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. കെ എക്സ് സ്ക്വയറിനകത്ത് കെ എക്സിന് പകരം എഫ് കൊടുത്തു, ഇൻറ്റു എക്സ് വന്നു. എഫ് എന്ന് പറയുന്നത് എം ജി ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് സ്മോൾ എൽ ആണ്. അപ്പോൾ ഹാഫ് എം ജി എൽ എന്ന് വരും. അത്രയേ ഉള്ളൂ. 2019 ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഇഫ് ദി വർക്ക് ഡൺ ഇൻ stretching a wire by 1 millimeter is 2 joule. The work necessary for stretching another wire of same material, രണ്ടിൻ്റെയും y ഒന്നാണെന്ന് ഉറപ്പിക്കാം. But with double radius r 2r ആണ് and half the length L/2 ആണ്. എക്സ്റ്റൻഷൻ 1 millimeter, ആദ്യവും 1 millimeter തന്നെയായിരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും ഇൻക്രീസ് ഇൻ ലെന്ത് സെയിം ആണ്, ഡെൽറ്റ എൽ ആണ്. പക്ഷെ റേഡിയസ് ഡബിൾ ആവുന്നുണ്ട്, ലെന്ത് ഹാഫ് ആവുന്നുണ്ട്. ആ 2 പോയിന്റ് നമ്മളൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, ചെയ്ത് നോക്കാം. ഡെൽറ്റ എൽ 1 millimeter കിട്ടാനായിട്ട് നമ്മൾ ചെയ്തത് 2 ജൂൾ വർക്കാണ് അല്ലേ. 2 ജൂൾ വർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തന്നെ. ഓക്കെ 2 ജൂൾ ഓഫ് വർക്കാണ് ചെയ്തത്. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് L/2 ആയി, R 2R ആയി. R 2R ആകുമ്പോഴത്തേക്ക് ഏരിയ എന്ന് പറയുന്നത് പൈ r സ്ക്വയർ പൈ ഇൻറ്റു 2R ദ ഹോൾ സ്ക്വയർ വരുമ്പോഴത്തേക്ക് 4 വരും. ഏരിയ 4 ടൈംസ് ആയിട്ട് മാറും അല്ലേ. ഏരിയ 4 ടൈംസ് ആയിട്ട് മാറും. ഇനി ഈ 2 ജൂൾ എന്ന് പറയുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയറിന് ഈക്വൽ അല്ലേ. ഹാഫ് കെ എക്സ് സ്ക്വയറിന് ഈക്വൽ ആണ്. ഇനി കെ എന്ന് പറയുന്നത് ആരാ? ഫോഴ്സ് കോൺസ്റ്റൻറ്റ് അല്ലേ. അല്ലെങ്കിൽ കെ ഈസ് ഈക്വൽ ടു, ഓക്കെ ഓക്കെ, എഫ് ഈക്വൽ ടു കെ എക്സ് ആണ്. അങ്ങനെയെങ്കിൽ കെ ഈക്വൽ ടു ആരാ? F/x ആണ്. ഫോഴ്സ് പെർ എക്സ്റ്റൻഷൻ ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഫോഴ്സ് പെർ എക്സ്റ്റൻഷൻ ആണ്. ക്ലിയർ ആണോ? യങ്സ് മോഡുലസ് വെച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും y ഈക്വൽ ടു FL/A ഡെൽറ്റ എൽ ആണ്. അങ്ങനെയെങ്കിൽ F/ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു, F/ഡെൽറ്റ എൽ എന്ന് പറയുന്നത് YA/L ആണോ? F/L എന്ന് പറയുന്നത് കെയ്ക്ക് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ YA/L എന്ന് പറയുന്നത് കെയ്ക്ക് ഈക്വൽ ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് ഇത്, മസ്റ്റായിട്ടും പഠിച്ചിട്ടോണം.
K equal to, ഫോഴ്സ് കോൺസ്റ്റന്റ് K is equal to YA/L. പഠിച്ചിട്ടോണം കേട്ടോ, പലയിടത്തും നമുക്ക് വേണ്ടി വരുന്നൊരു റിസൾട്ടാണ്. K equal to YA/L. K എന്ന് പറയുന്നത് F/X അല്ലെങ്കിൽ F/Δl ആണ്. ഈ ഇക്വേഷനകത്ത് നമുക്ക് ഹാഫ് ഇൻറ്റു കെയ്ക്ക് പകരം FA/L ഇൻറ്റു എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് അല്ലേ, എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് എക്സ് സ്ക്വയർ തന്നെ ഓക്കെ കൊടുത്തേക്കാം, എക്സ് സ്ക്വയർ കൊടുക്കാം. ഇനി പുതിയ എനർജിയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പുതിയ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും L/2ഉം R 2R ആകുന്ന സമയത്ത് അതിന് 1 മില്ലിമീറ്റർ എക്സ്റ്റൻഷൻ കൊടുക്കാനായിട്ട് വേണ്ടി വരുന്ന എനർജി എന്താണെന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് U ഡാഷ് അല്ലേ. U ഡാഷ് എന്ന് പറയുമ്പം ഹാഫ് ഇൻറ്റു FA എന്ന് പറയുന്നത് 4A ആയിട്ട് മാറി അല്ലേ, റേഡിയസ് ഡബിൾ ആയപ്പോൾ ഏരിയ 4 ആയിട്ട് മാറി, ലെന്ത് L/2 ആയിട്ട് മാറി, എക്സ്റ്റൻഷൻ രണ്ടിടത്തും 1 മില്ലിമീറ്റർ സ്ക്വയർ തന്നെ, മാറ്റമൊന്നുമില്ല, സെയിം ആണ്. അതായത് 4ഉം 2ഉം കൂടി 8 വന്നു അല്ലേ, ഇത് മുകളിലോട്ട് വരും 8 വരും. ബാക്കി ഇനി ആരുണ്ട്, ഒരു എക്സ് സ്ക്വയർ അവിടെ കിടപ്പുണ്ട്, FA/L ഉണ്ട്, ഒരു ഹാഫ് ഉണ്ട്. ഇത് ഇത്രയും 2 ആണ് നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് അല്ലേ, 2 ജൂളാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായിട്ട് മാറും, 16 ജൂളായിട്ട് മാറും. ടോട്ടൽ 16 ജൂളായിട്ട് മാറും. ക്ലിയർ ആയോ? അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കാണാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കണം, ചെയ്ത് തന്നെ പ്രാക്ടീസ് ആവണം. ഇനിയുള്ള ദിവസം തിയറി പഠിക്കാനും കണ്ടന്റ് തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാനും ടൈം വേസ്റ്റ് ആക്കാതെ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നോക്കണം. ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചതൊക്കെ തറവാകുകയും ചെയ്യും, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയും ചെയ്യും. ഒപ്പം ചെയ്തു വരുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് പഠിക്കും. അതായത് ഫുൾ റിവൈസ് ചെയ്തിരുന്നിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിങ്ങൾ റിവൈസ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. നിങ്ങളിപ്പോൾ ഇതുവരെ ഒരു ദിവസം എത്രയാണോ ചെയ്തിരുന്നത് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ നോക്കുക. അതിനെക്കാട്ടിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതും. കമൻസ് ഒക്കെ കാണുന്നുണ്ട്, തരുന്ന സപ്പോർട്ട്സിനൊക്കെ ഒത്തിരി താങ്ക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.